എല്ലാവർക്കും സ്വാഗതം. ഡബ്ലിൻ ബള്ളു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. അടിപൊളിയായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ് എല്ലാവരും. നമ്മളുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബള്ളു വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയേക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഓളും അതുപോലെ ബെൽ ബട്ടൺ ഒക്കെ അമർത്തിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്സ് കമന്റ്സ് ഒക്കെ തന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫിലാവാം, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം അല്ലേ. നമ്മുടെ നമുക്ക് എല്ലാവർക്കും പല ടൈപ്പുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരായിരിക്കാം നമ്മൾ അല്ലേ. അല്ലെങ്കിൽ എല്ലാവരും കാശുള്ളവരോ അല്ലെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പോടുകൂടി ജീവിച്ചു വന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല അവസരങ്ങളോട് അവർ കയറി വന്നവരായിരിക്കണം എന്നില്ല അല്ലേ. പലർക്കും പല ജീവിത സാഹചര്യങ്ങളോട് കയറി വന്ന ലൈഫിന്റെ പല കോണുകളിൽ വർക്ക് ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കാം നമ്മുടെ കൂടെയുള്ളവരും അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരും ഒക്കെ അല്ലേ. ഇന്നത്തെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകളെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിൽ അനുഭവിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടവരുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ജീവിതത്തിന് പല സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ചില ആളുകളൊക്കെ മറ്റുള്ള ആളുകളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക, അതൊക്കെ വലിയ ഒരു രസമായിട്ടും അല്ലെങ്കിൽ കളിയായിട്ട് എടുക്കുന്നവരുണ്ടാവും. അതൊരു ഹോബിയായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അതുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷം എത്രമാത്രം വലുതാണ്, അല്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം അത് വ്യാപ്തിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം ആ പറയുന്ന ആളുകളോ അല്ലെങ്കിൽ അത് ലിസൺ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വരത്തില്ല. ഒരാളെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഫസ്റ്റ് ലുക്ക് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ടോ പല ആളുകളെ അളന്ന് സംസാരിക്കുന്ന രീതിയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഒരാളെ വിലയിരുത്താൻ മാത്രം നമ്മൾ ആരും അല്ല. അവരുടെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സർക്കംസ്റ്റാൻസസോ ഒന്നും അറിയാതെ അവരുടെ ഒരു ബാഹ്യ ലുക്ക് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടോ ഒരാളെ വിലയിരുത്തിക്കൊണ്ട് അവരെ ചീത്തയാക്കുന്ന രീതി നമ്മൾക്ക് ഒരു പക്ഷേ സമൂഹത്തിൽ പല ഇടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് പല രീതിയിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ പോയതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഒരാളെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ അവരുടെ ഫേസ് വെച്ചുകൊണ്ടോ അല്ല അവരുടെ എക്സ്പ്രഷൻസ് വെച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവർ ഇടപഴകുന്ന രീതിയോ എല്ലാം കണ്ടിട്ട് വെച്ചിട്ട് ഒരാളെ വിലയിരുത്തിക്കൊണ്ട് അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് കൂട്ടമായിട്ട് സംസാരിച്ച് അവരെ പറ്റി ചീത്ത പറഞ്ഞ് അവരെ ഇതാക്കുക എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് വിച്ച് ഇസ് റിയലി അൺഅക്സെപ്റ്റബിൾ അല്ലെ. നമുക്കൊരു സമൂഹത്തിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു പരിധിവരെ നമുക്ക് എന്താ പറയുക മാറ്റാനും സാധിക്കത്തില്ല. കാരണം ഒരു ആളുകൾ ജീവിച്ചു വളർന്ന ചുറ്റുപാട് അവർ പറഞ്ഞ് പഠിച്ച രീതി അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ജീവിതശൈലിയൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. പക്ഷേ എന്നെ പേഴ്സണലായിട്ട് സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ നമ്മളും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഇടപെട്ട് ചാടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേൾക്കാറൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു തികച്ചും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് തന്നെ തോന്നുന്നു ഇത്. നമുക്കിപ്പം കിട്ടിയേക്കുന്ന ഒരു രൂപം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസ് കട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അപ്പിയറൻസും ഒക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ചിലർക്കൊക്കെ സീരിയസ് അപ്പിയറൻസ് ആവാം, ചിലർക്ക് കുറച്ച് സോഫ്റ്റ് അപ്പിയറൻസ് ആവാം, ചിലരുടെ ഫേസിൽ കുറച്ച് സ്മൈൽ കാണും, ചിലരുടെ അടുത്ത് കാണത്തില്ല. സോ ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ക്യാരക്ടർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. സോ നമുക്കൊരു സ്ഥായിയായ ലുക്ക് ഒരു പക്ഷേ ജനറ്റിക്കലി കിട്ടിയതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മാറ്റിയെടുത്ത് അങ്ങനെ വന്നതായിരിക്കും. ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ലാതെ അവരിങ്ങനെ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചീത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരാളെ ചെറുതാക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് കാണുന്നതോ വിച്ച് ഈസ് റിയലി റിയലി ഒരു ബാഡായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലൈഫിൽ എത്രയോ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരാളൊന്ന് സ്മൈൽ ചെയ്യിപ്പിക്കാൻ നമ്മൾക്ക് പറ്റുമെന്ന് പറഞ്ഞ വലിയ കാര്യം എന്തൊക്കെയാണ്. അല്ലാതെ അവരെ കരയിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരാളുടെ നല്ല ഒരു ദിവസം ഒരു നല്ല ഡേ ആക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. സോ ജസ്റ്റ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ആൻഡ് ഗീവ് പീപ്പിൾ എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അവരെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മളൊരാൾ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അത് മനസ്സിൽ ഓർത്തിരിക്കാൻ മറന്നു പോകത്തില്ല. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു ജോലി സ്ഥലങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടേതായ ഒരു ഇടങ്ങളിലോ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ വന്നു കഴിയുമ്പം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്തെല്ലാം കിടക്കുന്നിലേക്ക് നോക്കാനായിട്ട്. അതല്ലാതെ മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവരെന്ത് മുഖം കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, അവരുടെ ഫാമിലിയിൽ എന്ത് നടക്കുന്നു, ഇതൊന്നും നമ്മളെ എനിക്ക് തോന്നുന്നു ഒരു ഒരു പരിധി വരെ നമ്മൾക്കതൊന്നും അന്വേഷിക്കേണ്ടതോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കമന്റ് ചെയ്യേണ്ട കാര്യം ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ പലതും അതല്ല, ഇത് തന്നെയാണ് അവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞത്. ഇവരിങ്ങനെ ഓരോ ന്യൂസസും അതൊക്കെ എല്ലായിടത്തും കളക്ട് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ അത് പറഞ്ഞ് ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കളിയാക്കുന്ന അവസ്ഥ, അതൊക്കെ അല്ലെങ്കിൽ പല രീതിയിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ലോ ലെവലിലേക്ക് മനുഷ്യന്റെ ഒരു ഇത് പോവാതെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നിന്നുകൊണ്ട് ആളുകളെ എന്ത് ചെയ്യാൻ സമീപിക്കാന്ന് തന്നെയാണ് കാര്യം. നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ട രീതി ആ ഒരു രീതിയിലായിരിക്കണം, ആയിരിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഒരാളുടെ ഒരു ബിഹേവിയർ മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്ഥായിയായിട്ടുള്ള ഭാവം മാറ്റാനോ നമ്മളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കത്തില്ല. അത് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ദയർ ക്യാരക്ടർ, ദാറ്റ് ഈസ് ജസ്റ്റ് ദയർ ഒരു ഭാവം, ലൈക്ക് നമ്മളതിന് അത് കണ്ടിട്ട് നമ്മളെന്തിന് ഇതാക്കുന്നു അല്ലേ? പലർക്കും പല രീതിയാണ്. അത് ഇപ്പം ഒരു അപ്പനമ്മയ്ക്കുണ്ടായ മക്കൾക്ക് തന്നെ പലർക്കും പല രീതിയാണ് അല്ലേ? അവരുടെ ബിഹേവിയറും അവരുടെ ക്യാരക്ടേഴ്സൊക്കെ. നമ്മൾ ഒരാളെ മറ്റുള്ളവരെ ഒരു രീതിയിലും വേദനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നില്ല, ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ you don't have to worry about anything. Just be your confident and just move on with your life. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അതല്ലാതെ രാവിലെ തൊട്ട് എണീക്കുമ്പോൾ തൊട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് എന്താണ് ഉണ്ടാവുന്നുള്ളത് ചെകഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കാതെ just mind your own business and just move on with your own life. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളതൊരു വർക്ക് പ്ലേസിലേക്ക് എടുക്കുന്ന സമയത്ത് പലർക്കും അത് പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകാം. ചിലര് നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോട് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് തരും. അത് നല്ലൊരു മനസ്സോടുകൂടി ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷേ. അവര് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു നല്ലത് കാണണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കുറവുകളൊക്കെ നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തത് വിച്ച് ഈസ് ഓക്കെ. ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് ചാൻസസ് ഓഫ് ഇംപ്രൂവിങ് അവർ സെൽസ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറേ ചാൻസുകൾ എടുത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട പല മേഖലകളുണ്ട്. പക്ഷേ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒറിജിനാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ജനറ്റിക്കലി വരുന്നു, അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ആയിട്ട് വരുന്ന നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പക്ഷേ മാറ്റാൻ പറ്റിയെന്ന് വരത്തുണ്ടാവില്ല അല്ലേ? പക്ഷേ ഡസൻറ്റ് മീൻ ദാറ്റ് പേഴ്സൺ ഈസ് റിയലി ബാഡ്, ഓർ ഡസൻറ്റ് മീൻ ദാറ്റ് പേഴ്സൺ ഈസ് റിയലി വേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. സോ അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പം ഇങ്ങനെ പണിയില്ലാത്ത കുറേ ചട്ടകളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിലും ഒക്കെ ആയിട്ട്. അപ്പം അവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഒന്നും പറയാനല്ല. സോ ലൈക്ക് ജസ്റ്റ് ലീവ് ദം aside and move forward. അത് മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോവുക. അതല്ലാതെ നമ്മൾക്ക് അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ടോ നമുക്കൊരു കാര്യമില്ല. Let them lead their life in that way, but you just prove yourself as like a better person and move into your life. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം. സോ അത് അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇറ്റ് കംസ് ആൻഡ് ഗോസ്. ഓരോ പ്രശ്നം വരുമ്പോൾ നമ്മൾ വി ഷുഡ് ലേൺ ലൈക്ക് എ ലെസൺ ഫ്രം ഓൾ ദീസ് തിങ്സ്. അതല്ലാതെ നമുക്ക് അയൽക്കൂട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ കൂടിയിരുന്ന് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ വരപ്പിക്കുന്ന ഒരവസ്ഥ, അതിലൊന്നും നമുക്ക് പോയി ചാടേണ്ട ആവശ്യമില്ല. സോ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക, മറ്റുള്ളവരെ കുറിച്ച് നല്ല പറയിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ചെയ്യുക. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതല്ലാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ചെറുതാക്കുന്ന ആളുകളുടെ കൂടെ കൂടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സോ അത് ഒരുപക്ഷെ ചില ആളുകൾ വിളിക്കുന്ന പേരാണ് അഹങ്കാരം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അല്ല അഹങ്കാരം തന്നെ പറയാം. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ ജാട എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. സോ ജാട പറയുന്നവർക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം. സോ വി നോ അവർ ഹാർട്ട് ആൻഡ് അവർ വേ ഓഫ് ടോക്കിംഗ്, അവർ വേ ഓഫ് ബിഹേവിങ് വിത്ത് പീപ്പിൾ. സോ നമ്മളെന്താണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ആരുടെ അടുത്തും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. സോ വി ഡോണ്ട് ഹാവ് ടു പ്രൂവ് എവരിവൺ ദാറ്റ് വാട്ട് യു ആർ ആക്ച്വലി. സോ പണിയില്ലാത്ത ആളുകൾക്ക് അതെല്ലാം നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് ചകഞ്ഞ് കണ്ടുപിടിച്ചൊക്കെ നമ്മുടെ കുറവുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ചിരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ചെയ്യും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മൂവ് വിത്ത് യുവർ ലൈഫ് വിത്ത് ദ ഹോൾ amount of confidence. Nothing can stop you to fly. I mean, as the sky is the limit. You can just fly as much as you can, yeah? Or as much as you want. So do that. So don't spread, infectious things about people, and don't make the people's life so hard, difficult, and make them happy if you can, or else fuck off.